ഫോർഗെറ്റിംഗ് കോസസ് ആൻഡ് തിയറീസ് ഓഫ് ഫോർഗെറ്റിംഗ്. ഫോർഗെറ്റിംഗ് അഥവാ മറവി. നമ്മൾ ഓൾറെഡി മുമ്പ് പഠിച്ച കാര്യങ്ങൾ ആവശ്യമുള്ള സമയത്ത് ചില പ്രത്യേക സമയത്ത് ഓർത്തെടുക്കാൻ കഴിയാത്ത അവസ്ഥ, അല്ലെങ്കിൽ അത് തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥ, ഇതിനെയാണ് ചുരുക്കി പറഞ്ഞാൽ ഫോർഗെറ്റിംഗ് അഥവാ മറവി എന്ന് പറയുന്നത്. ഫോർഗെറ്റിംഗ് ഈസ് ദ ലോസ് ഓഫ് എബിലിറ്റി ടു റീകോൾ ആൻഡ് റെക്കഗ്നൈസ് സംതിങ് ലേൺഡ് എർലിയർ. It is the failure of the individual to revive in consciousness an idea or a group of ideas without the help of original stimulus. നമുക്ക് ചില അവസ്ഥകളുണ്ടാവും അല്ലേ, നാവിൻ്റെ തുമ്പത്തുണ്ട്, അല്ലെങ്കിൽ ഇന്ന പേജാണ്, ഇന്ന ടെക്സ്റ്റാണ്, ഇന്ന ഫോട്ടോൻ്റെ അടിയിലാണെന്ന് വരെ അറിയാം, പക്ഷെ കണ്ടൻറ്റ് ഓർമ്മ വരില്ല. എന്തുകൊണ്ടാണ്? ഇതിനൊരു സയൻറ്റിഫിക്കായിട്ട് ഒരു ഡെഫിനേഷൻ കൊടുത്തിരിക്കുന്നത് മുൻ എന്നൊരു സയൻറ്റിസ്റ്റാണ് ഇൻ 1967. ഫോർഗെറ്റിംഗ് ഇസ് ദ ലോസ് പെർമനൻറ്റ് ഓർ ടെമ്പററി ഓഫ് ദി എബിലിറ്റി ടു റീകോൾ ഏർലിയർ ലേണിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, മുമ്പ് പഠിച്ച കാര്യങ്ങളുടെ പെർമനൻറ്റ് ടെമ്പററി ആയിട്ടുള്ള ഒരു ലോസാണ് എന്ത് ഫോർഗെറ്റിംഗ് എന്ന് പറയുന്നത്. ഇൻഫർമേഷൻ ഈസ് നോട്ട് ഓൾവേസ് ഡിസ്ട്രോയിഡ്, ഇറ്റ് മേ സിംപ്ലി ഇന്നാക്സസിബിൾ. നമ്മൾ മറന്നു എന്ന് പറയുന്നത് കൊണ്ട് അത് അവിടെ ഇല്ല എന്നൊരർത്ഥമില്ല, അത് നമുക്ക് ആ സമയത്ത് ആക്സസ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാകുന്നു, അത്രമാത്രം. അത് നശിച്ചു എന്ന് പറയാൻ പറ്റില്ല. നശിക്കുന്ന അവസ്ഥകളും ഉണ്ട്, പെർമനൻറ്റ് ലോസും ഉണ്ട്, പക്ഷേ എല്ലാ അവസ്ഥകളും അങ്ങനെ ആവണമെന്ന് ഇല്ല. ഫോർഗെറ്റിംഗ് രണ്ട് തരത്തിലുണ്ട്, പാസീവ് ഓർ നാച്ചുറൽ ഫോർഗെറ്റിംഗ്, പിന്നെ ആക്റ്റീവ് ഓർ മോർബിഡ് ഫോർഗെറ്റിംഗ്. ആദ്യം പാസീവ് ഓർ നാച്ചുറൽ ഫോർഗെറ്റിംഗ്. പേര് പോലെ തന്നെ നാച്ചുറലായിട്ട് നമ്മളൊരു കാര്യം മറന്നു പോവുക, അവിടെ ഇൻഡിവിജ്വലിൻ്റെ ഒരു പർട്ടിക്കുലർ ഇൻറ്റൻഷൻ ഇല്ല. ഇനി ആക്റ്റീവ് ഓർ മോർബിഡ് ഫോർഗെറ്റിങ്ങിൽ ആ ഇൻഡിവിജ്വൽ ഡെലിബറേറ്റ്ലി എന്ത് ചെയ്യുന്നു, ആ കാര്യം മറക്കുന്നു. അതിനൊരു എഫേർട്ട്, അത് മറക്കാനൊരു എഫേർട്ട് ഇൻഡിവിജ്വലിൻ്റെ ഭാഗത്ത് നിന്നും ആക്റ്റീവ് ഓർ മോർബിഡ് ഫോർഗെറ്റിങ്ങിൽ ഉണ്ടാകുന്നുണ്ട്. ഇനി എന്തുകൊണ്ടാണ് ഫോർഗെറ്റിംഗ് സംഭവിക്കുന്നത്? ദ 5 മെക്കാനിസംസ് ഓഫ് ഫോർഗെറ്റിംഗ് അഥവാ ഫെയിലിയർ. അതിൽ 5 ആദ്യം അത് പറയാം. ആദ്യം ഫോൾട്ടി മെമ്മറി പ്രോസസ്, ഇൻ്റർഫിയറൻസ്, റിട്രീവൽ പ്രോബ്ലം, മോട്ടിവേറ്റഡ് ഫോർഗെറ്റിംഗ്, അംനീഷ്യ. നമുക്കിത് ഓരോന്നും എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതിൽ ഫസ്റ്റത്തതാണ് ഫോൾട്ടി മെമ്മറി പ്രോസസ്സ്. നമുക്കറിയാം നമ്മുടെ മെമ്മറി എന്ന് പറയുന്നത് കൺസ്ട്രക്റ്റീവാണ് അല്ലേ. പാസ്റ്റ് എക്സ്പീരിയൻസസ് നമ്മൾ ഓരോ പ്രാവശ്യം റീകോൾ ചെയ്യുമ്പോൾ നമ്മുടെ തന്നെ ബ്രെയിൻ എന്ത് ചെയ്യും, അതിനെ റീബിൽഡ് ചെയ്യും അല്ലെങ്കിൽ റീകൺസ്ട്രക്റ്റ് ചെയ്യും. നമ്മളൊരു കാര്യം ഒട്ടും കോൺസെൻട്രേഷൻ ഇല്ലാതെ ഒരു താല്പര്യം ഇല്ലാണ്ട് നമ്മൾ ഇങ്ങനെ കേട്ട് പോവുകയാണെങ്കിൽ നമ്മൾക്ക് അതിൻ്റെ എന്ത് ചെയ്യും, ഒരു ജനറൽ ഐഡിയ കിട്ടുമായിരിക്കും, കാരണം നമ്മൾ കേൾക്കുന്ന ഒരു പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ടല്ലോ. പക്ഷെ അതിനെക്കുറിച്ചുള്ള സ്പെസിഫിക് ആയിട്ടൊരു ഐഡിയ നമ്മുടെ ബ്രെയിനിന് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആ ഇല്ലാത്തൊരു ഐഡിയയിൽ നിന്ന് ഒരു സാധനം റീകോൾ ചെയ്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്കത് കിട്ടണം എന്നില്ല അല്ലേ. ഇപ്പം നമ്മൾ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിട്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റാത്തത്, നമ്മൾ ബ്രെയിനിന് എടുക്കണമെങ്കിൽ, റീകോളിംഗ് പ്രോസസ്സ് നടക്കണമെങ്കിൽ നമ്മളെ ബ്രെയിനിൽ ഒരു കാര്യം അവിടെ വേണം. എൻകോഡിങ് പ്രോസസ്സ് തന്നെ റോങ് ആയിട്ട് സംഭവിക്കുമ്പോൾ നമ്മൾ ബ്രെയിനിന് ഡീകോഡിങ് പ്രോസസ്സിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻഫോർമേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോൾട്ടി മെമ്മറി പ്രോസസ്സ് എന്ന് പറയുന്നത്. അവിടെ മെമ്മറി തന്നെ വീക്കാവുമ്പോൾ ഫോർഗെറ്റിംഗ് എന്നൊരു പ്രോസസ്സ് അവിടെ സംഭവിക്കുന്നു. ഇതിൽ സെക്കൻഡാണ് ഇൻ്റർഫിയറൻസ് എന്ന് പറയുന്നത്. ഇൻ്റർഫിയറൻസ് അല്ലെങ്കിൽ തടസ്സം. വെൻ 2 മെമ്മറീസ് ആർ സിമിലർ ഓർ ക്ലോസ് ഇൻ ടൈം ദേ ക്യാൻ കമ്പീറ്റ് വിത്ത് ഈച്ച് അതർ ഇൻ യുവർ ബ്രെയിൻ. ഒരേപോലുള്ള ഒരേ വ്യാപ്തിയിലുള്ള മെമ്മറീസ് നമ്മളെ ബ്രെയിനിൽ എന്ത് ചെയ്യുന്നു, കോമ്പീറ്റ് ചെയ്യുന്നു. ഒന്ന് മറ്റൊന്നിനെ ഓവർലാപ്പ് ചെയ്ത് എന്ത് ചെയ്യുന്നു, ഈ റീകോളിംഗ് എന്ന പ്രോസസ്സ് ഹാർഡറും ഇൻകംപ്ലീറ്റും ആക്കി മാറ്റുന്നു. ഇൻകംപ്ലീറ്റ് റീകോളിംഗ് കോസസ് ഫോർഗെറ്റിംഗ്. മെമ്മറീസ് ഡോണ്ട് ജസ്റ്റ് ഫെയ്ഡ് ബിക്കോസ് ടൈം പാസസ്. ദേ ക്യാൻ ബി ബ്ലോക്ക്ഡ് or confused by other memories stored before or after them. ഇതിനെ 2 തരത്തിലുണ്ട്, പ്രോ ആക്റ്റീവ് ഇൻ്റർഫിയറൻസും റിട്രോ ആക്റ്റീവ് ഇൻ്റർഫിയറൻസും. നമുക്കിതിലാദ്യം എന്നാൽ പ്രോ ആക്റ്റീവ് ഇൻ്റർഫിയറൻസ് എന്ന് നോക്കാം. പ്രോ ആക്റ്റീവ് ഇൻ്റർഫിയറൻസ് എന്ന് പറഞ്ഞാൽ ഫോർവേഡ് ബ്ലോക്കിംഗ് എന്നുകൂടി പറയുന്നുണ്ട്. അതായത് പാസ്റ്റ് ലേണിംഗ് നമ്മൾ ന്യൂ ലേണിങ്ങിനെ ഇൻ്റർഫിയർ ചെയ്യുന്നു അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ഫോൺ നമ്പർ പഠിച്ചെന്ന് വിചാരിക്കുക. നമുക്കൊരു ഫോൺ നമ്പർ അറിയാം, പഴയ ഫോൺ നമ്പറാണ്, നമുക്ക് എപ്പോഴും ഇപ്പം ചോദിച്ചാൽ പെട്ടെന്ന് വായിൽ വരുന്നൊരു ഫോൺ നമ്പറാണെന്ന് വിചാരിക്കാം. നമ്മൾ എന്നിട്ട് പിന്നെ വേറൊരു ഫോൺ നമ്പർ എടുക്കുന്ന സിമിലർ ടു ഇറ്റ് ആയിട്ടുള്ളൊരു ഫോൺ നമ്പർ നമ്മൾ പഠിക്കാൻ നോക്കുമ്പം ഈ പഴയ ഫോൺ നമ്പർ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എന്ത് ചെയ്യും, ഈ പുതിയ നമ്പർ പഠിക്കുന്നതിൽ നിന്നും
ഇൻ്റർഫിയർ ചെയ്യും. അത് തടസ്സപ്പെടുത്തി ഈ പഴയ നമ്പർ തന്നെ നമ്മളെ വായിൽ വന്നുകൊണ്ടിരിക്കും. ഇതിനെയാണ് എന്ത് പറയുന്നത്? പ്രോ ആക്റ്റീവ് ഇൻ്റർഫിയറൻസ് എന്ന് പറയുന്നത്. ഇനി റിട്രോ ആക്റ്റീവ് ഇൻ്റർഫിയറൻസ്, ഇതിനെ ബാക്ക്വേർഡ് ബ്ലോക്ക് എന്നുകൂടി വിളിക്കുന്നുണ്ട്. അതായത് പ്രോ ആക്റ്റീവിൻ്റെ ഓപ്പോസിറ്റ്. ന്യൂ ലേണിംഗ് വൈപ്പ് ഔട്ട്സ് ഓൾഡ് ലേണിംഗ്. നമ്മളുടെ പുതിയതായി എന്തെങ്കിലും കാര്യം പഠിക്കുമ്പോൾ അത് നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ച പഴയ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? വൈപ്പ് ഔട്ട് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ചാപ്റ്ററിൻ്റെ ഒരു ടെക്സ്റ്റിൻ്റെ ലാസ്റ്റ് യൂണിറ്റ് പഠിക്കാമെന്ന് വിചാരിക്കുക. എന്നിട്ട് എക്സാമിന് പഠിക്കാമെന്ന് വിചാരിക്കുക. ലാസ്റ്റ് യൂണിറ്റ് എത്തി നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ആദ്യത്തെ കാര്യം ചിന്തിക്കുമ്പോൾ നമുക്ക് കിട്ടണമെന്നില്ല. കാരണം നമ്മൾ പുതിയതായിട്ട് പഠിച്ച കാര്യം നമ്മളെ പഴയ കാര്യത്തിന് എന്ത് ചെയ്തു? വൈപ്പ് ഔട്ട് ചെയ്തു. ഇതിനെയാണ് എന്ത് പറയുന്നത്? റിട്രോ ആക്റ്റീവ് ഇൻ്റർഫിയറൻസ് എന്ന് പറയുന്നത്. ഇതിനെ സ്റ്റേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരേ കാര്യം പലതവണ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നിന്നാൽ നമ്മൾക്ക് എന്ത് ചെയ്യും? ഈ കൺഫ്യൂഷൻ റിമൂവ് ചെയ്യാൻ പറ്റും. തേർഡാണ് റിട്രീവൽ പ്രോബ്ലം എന്ന് പറയുന്നത്. ഇതിനെ ടിപ്പ് ഓഫ് ദ ടങ് ഫിനോമിന എന്ന് കൂടി പറയുന്നത്. അതായത് നമ്മളിപ്പോൾ പറയില്ലേ, നാവിൻ്റെ തുമ്പത്തുണ്ട് പക്ഷെ കിട്ടുന്നില്ല എന്ന്, ആ ഒരവസ്ഥ. ഈ മെമ്മറി നമ്മളെ ലോങ് ടേം മെമ്മറിയിലുണ്ട്, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്കൊരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു റിട്രീവൽ ചെയ്യാനൊരു ക്യൂ, അതായത് ഒരു ഹിൻറ്റ് നമുക്ക് കിട്ടിയാൽ നമുക്ക് റിട്രീവ് ചെയ്യാൻ പറ്റും, ആ ഓർമ്മ നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷെ അത് കിട്ടാത്തടത്തോളം കാലം നമുക്ക് എന്താണ്? ആക്സസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അപ്പം നമുക്ക് ആ ഒരു ഹിൻറ്റ് കിട്ടിയാൽ നമുക്ക് പെട്ടെന്ന് എല്ലാ ഓർമ്മകളും ഇങ്ങനെ വന്ന് നിൽക്കും. പക്ഷെ ആ ഒരു റിട്രീവൽ ക്യൂവിൻ്റെ ലാക്ക് കാരണം ഒരു ചെറിയൊരു തടസ്സം വരുന്ന ഒരു അവസ്ഥയാണ് എന്ത് പറയുന്നത്? റിട്രീവൽ പ്രോബ്ലം എന്ന് പറയുന്നത്. ഇതൊരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു ഡാറ്റ ലോസ് അല്ല, ടെമ്പററി ആക്സസിബിൾ ഇഷ്യൂ ആണ്. ഈ റിട്രീവൽ ക്യൂസിനെ മൂന്നായിട്ട് തിരിക്കാം: സെമാൻറ്റിക് ക്യൂസ്, സ്റ്റേറ്റ് ഡിപ്പെൻഡൻറ്റ് ക്യൂസ്, കോണ്ടെക്സ്റ്റൽ ക്യൂസ്. ഇതിൽ സെമാൻറ്റിക് ക്യൂസ് എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ വിത്ത് അതർ മെമ്മറീസ്. അതായത് നമുക്കൊരു പർട്ടിക്കുലർ മെമ്മറി നമ്മുടെ ലോങ് ടേമിലുണ്ട്, പക്ഷേ കറൻ്റ്ലി നമുക്ക് ബോധേഡ് ആയിട്ടുള്ളൊരു മെമ്മറീന എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഹിൻറ്റ് തരുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ ഊട്ടിയിൽ ടൂർ പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഊട്ടീനെക്കുറിച്ച് ഇപ്പോൾ കറൻ്റ്ലി ഒരു ഓർമ്മയില്ല. പക്ഷേ ആരെങ്കിലും വന്നിട്ട് പറയുന്നത്, ഞാൻ ഊട്ടിയിൽ ടൂർ പോയിട്ടുണ്ടായിരുന്നു, ഞാൻ ഇന്ന ബൊട്ടാണിക്കൽ ഗാർഡൻ കണ്ടിന്യൂ പറയുമ്പോൾ എനിക്ക് എന്ത് ചെയ്യുന്നു? ഞാൻ പോയതും അതിൻ്റെ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ കാര്യങ്ങളെല്ലാം ഓർമ്മ വരുന്നത്. അങ്ങനെ വരുന്നത് ക്യൂസിനാണ് എന്ത് പറയുന്നത്? സെമാൻറ്റിക് ക്യൂസ് എന്ന് പറയുന്നത്. യു കുഡിൻറ്റ് റീകോൾ ദ ഇവൻറ്റ് അണ്ടിൽ എ റിലേറ്റഡ് ക്യൂ വാസ് ഗിവൺ. സെക്കൻഡാണ് സ്റ്റേറ്റ് ഡിപ്പെൻഡൻറ്റ് ക്യൂസ്. ഇത് നമ്മുടെ ഇൻറ്റേർണൽ ക്യൂ ആണ്. അതായത് നമ്മുടെ മൂഡ്, ഫിസിക്കൽ സ്റ്റേറ്റിനെല്ലാം അനുസരിച്ചിട്ട് മെമ്മറി റീകോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യൂ ആണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനൊരു സമാധാനത്തിലിരിക്കുന്ന സമയത്ത് എനിക്കൊരു പാട്ട് ഓർമ്മ വന്നു. ഞാൻ പാട്ട് പഠിച്ചു, ഒരു സാധനം ഞാൻ പഠിച്ചു, പക്ഷേ ഞാൻ ടെൻസ്ഡ് ആയിട്ടുള്ള സമയത്ത് എന്നോട് അത് പാടാൻ പറഞ്ഞാൽ എനിക്കത് പാടാൻ പറ്റുന്നില്ല. പക്ഷെ തിരിച്ച് ഞാൻ സമാധാനമായ ഒരു സ്റ്റേറ്റിലേക്ക് തിരിച്ചു പോകുമ്പോൾ എനിക്കത് പാടാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുന്നത്? എൻ്റെ ഇൻറ്റേർണൽ മൂഡിനെ എന്ത് ചെയ്യുന്നു? ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു കാര്യമല്ലേ. അപ്പോൾ എൻ്റെ ഇൻറ്റേർണൽ സ്റ്റേറ്റിന് അനുസരിച്ചിട്ട് എൻ്റെ റിട്രീവൽ വർക്ക് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? സ്റ്റേറ്റ് ഡിപ്പെൻഡൻറ്റ് ക്യൂസ് എന്ന് പറയുന്നത്. മൂന്നാമത്തതാണ് കോണ്ടെക്സ്റ്റ് ഡിപ്പെൻഡൻറ്റ് ക്യൂസ്. അതായത് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് ക്യൂസ് ആണ്. അതായത് നമുക്ക് അധികം ഉണ്ടാകുന്ന ഒരു സ്റ്റേറ്റ്, നമ്മൾ റൂമിലുണ്ട്, അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്നൊരു കാര്യം ഓർമ്മ വന്ന് നമ്മൾ അടുക്കളയിലേക്ക് പോയി. പക്ഷെ നമുക്ക് അടുക്കളയിൽ നിന്ന് മറന്നുപോയി, നമ്മൾ എന്തിനാ അടുക്കളയിൽ വന്നതെന്ന്. പക്ഷെ തിരിച്ച് അതേപോലെ റൂമിലെത്തുമ്പം നമുക്ക് ഓർമ്മ വന്നു, ഞാൻ എന്തിനാ അടുക്കളയിൽ പോയി. ഈ അവസ്ഥ ഇത് തന്നെയാണ് എന്തെന്ന്? കോണ്ടെക്സ്റ്റൽ ക്യൂ. ദ എൻവയോൺമെൻറ്റ് വേർ ദ മെമ്മറി വാസ് ഫസ്റ്റ് ഫോംഡ് ആക്ട് ആസ് ദ ക്യൂ. അടുത്തതാണ് കോസ് ഫോർ മോട്ടിവേറ്റഡ് ഫോർഗെറ്റിംഗ്. ഇത് നമ്മൾ ഫസ്റ്റ് സെമസ്റ്റർ ഡിഫൻസ് മെക്കാനിസത്തിലെ റിപ്രഷൻ, ഫ്രോയിഡിൻ്റെ റിപ്രഷനാണ് ഇത് സെയിം സംഭവം. അത് നമുക്കൊരു അൺപ്ലസൻ്റ് ആയിട്ടുള്ള ഒരു മെമ്മറി നമ്മൾ എന്ത് ചെയ്യുന്നു? വേണമെന്ന് വിചാരിച്ച് മറക്കാൻ ശ്രമിക്കുന്നു. ഇതാണിത് മോട്ടിവേറ്റഡ് ഫോർഗെറ്റിംഗ്. ഇതിൽ ഇൻഡിവിജ്വലിന് ഒരു ഹൈലി വാല്യുബിൾ ആയിട്ടുള്ള ഒരു റോളുണ്ട്. ഫിഫ്ത്ത് വണ്ണാണ് അംനേഷ്യ എന്ന് പറയുന്നത്. ഇതൊരു ബയോളജിക്കൽ പ്രോസസ്സാണ്. അതായത് സിഗ്നിഫിക്കൻറ്റ് മെമ്മറി ലോസ് ഡ്യൂ ടു അബ്നോർമൽ ബ്രെയിൻ ഫങ്ഷനിങ് ഓർ സിവിയർ സൈക്കോളജിക്കൽ ഡിസ്റ്റർബൻസ്. നമ്മളെ ബാക്കി ഫോർഗെറ്റിംഗ് പോലെയല്ല, ഇത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഈ അംനേഷ്യനെ തന്നെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം: സൈക്കോളജിക്കൽ അംനേഷ്യ ആൻഡ് ബയോളജിക്കൽ അംനേഷ്യ. ഇതിൽ സൈക്കോളജിക്കൽ അംനേഷ്യ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സണൽ ഓർ ഓട്ടോബയോഗ്രഫിക്കൽ ഇൻഫോർമേഷൻസ് ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ ഞാൻ ആരാണ്, അല്ലെങ്കിൽ ഞാൻ കണ്ടത് എന്താണ്, എൻ്റെ പഴയകാല ഓർമ്മകൾ എന്താണ്, ഇങ്ങനെയുള്ള കുറച്ച് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ കാര്യങ്ങൾ
ഓർത്തെടുക്കാൻ പറ്റാത്ത അവസ്ഥ. അവരുടെ ബയോളജിക്കൽ ബ്രെയിൻ ഫങ്ഷനിങ്ങിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ സിവിയർ ഇമോഷണൽ സ്ട്രെസ്സ്, ട്രോമ ഇതെല്ലാം കാരണം ചില ക്യൂസിലേക്കുള്ള ആക്സസ് എന്ത് ചെയ്യുന്നു, ബ്ലോക്ക് ചെയ്യപ്പെട്ടിട്ടായില്ല. ഇത് തന്നെ 3 തരത്തിലുണ്ട്: ചൈൽഡ്ഹുഡ് അംനേഷ്യ, ഡ്രീം അംനേഷ്യ ആൻഡ് ഡിഫെൻസീവ് അംനേഷ്യ. അതിൽ ചൈൽഡ്ഹുഡ് അംനേഷ്യ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ചൈൽഡ്ഹുഡിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതായത് ചെറുപ്പത്തിൽ എന്തെല്ലാം സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ ഒരു ഇൻഡിവിജ്വലിന് കറക്റ്റായിട്ട് റീകോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അവിടെ ചിലപ്പോൾ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിൻ്റെ ലാക്ക് അല്ലെങ്കിൽ ഇമോഷണൽ റിപ്രഷനെല്ലാം കൊണ്ടായിരിക്കും ചൈൽഡ്ഹുഡ് അംനേഷ്യ ഉണ്ടാവുക. അതായത് ചൈൽഡ്ഹുഡിലുള്ള കാര്യങ്ങൾ എക്സാക്റ്റായിട്ട് എന്ത് ചെയ്യുന്നത്, റീകോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. സെക്കൻഡാണ് ഡ്രീം അംനേഷ്യ. അതായത് നമ്മൾ സ്വപ്നം കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഉറങ്ങുമ്പോൾ സ്വപ്നം കാണുന്നുണ്ട്. പക്ഷേ ആ സ്വപ്നം എന്താണെന്ന് നമുക്ക് പിറ്റേ ദിവസം അതേപോലെ വിവരിക്കാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു കറക്റ്റായിട്ടുള്ളൊരു ഓർമ്മ ഉണ്ടാകാത്തൊരവസ്ഥ. ഇതൊരു സെൻസറി ക്യൂവിൻ്റെ ലാക്ക് കാരണമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത്, എഴുന്നേറ്റതിന് ശേഷം ഇത് റീകോൾ ചെയ്യാൻ പറ്റാത്തത്. ഇതിനെയാണ് എന്ത് പറയുന്നത്, ഡ്രീം അംനേഷ്യ. നെക്സ്റ്റാണ് ഡിഫെൻസീവ് അംനേഷ്യ. ഇതിനെ ഡിസോസിയേറ്റീവ് അംനേഷ്യ എന്നും കൂടി വിളിക്കാം. ഡിസോസിയേറ്റീവ് ഫ്യൂഗ് എന്നെല്ലാം വേണമെങ്കിൽ വിളിക്കാം. ഇതെന്ന് പറയുന്നത് ഒരു ഹാർഡായിട്ടുള്ളൊരു ആങ്സൈറ്റി അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ സ്ട്രെസ്സ് ഇതെല്ലാം വന്നിട്ട് ഒരു ഇൻഡിവിജ്വൽ നാട് വിട്ടങ്ങ് പോകുകയെന്ന് വിചാരിക്കും. നാട് വിട്ട് പോയി. അപ്പോൾ ആ പുള്ളിക്ക് പേരെന്താ, താൻ ആരായിരുന്നു, തൻ്റെ വീട്ടുകാരെന്താ, ഇതൊന്നും ഓർമ്മയില്ല. പുതിയ സ്ഥലത്ത് പോയി പുതിയൊരു ഐഡൻറ്റിറ്റി എന്ത് ചെയ്യുന്നു, സീക്ക് ചെയ്യുന്നു. ആ ആൻസൈറ്റിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ പുതിയ ഐഡൻറ്റിറ്റി എടുക്കുന്നു. ഇത് ഇവിടെ സിവിയർ സ്ട്രെസ്സും ട്രോമയെല്ലാണ് ഈ ഒരു സിറ്റുവേഷനെ ട്രിഗർ ചെയ്തത്. ഒരു ബ്രെയിൻ ഇഞ്ചുറി അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ മറന്നു പോകുന്നു. ഈ ഫ്യൂഗ്, ഈ ഒരു ഡിസോസിയേറ്റീവ് ടൈം എൻഡ് ചെയ്യുന്ന സമയത്ത് ഇവർ തിരിച്ചു വരുമ്പോൾ ഇവർക്ക് ഇതൊരു കൺഫ്യൂഷൻ ഫീൽ ചെയ്യുന്നത്. അതായത് എന്തായിരിക്കും ആ ടൈമിൽ സംഭവിച്ചതെന്ന് ഇവർക്ക് ഓർമ്മയുണ്ടാവില്ല. ഒരു ഐഡൻറ്റിറ്റി കൺഫ്യൂഷൻ, പിന്നെ ഒരു വാണ്ടറിങ്, ഫിസിക്കൽ ട്രാവൽ എല്ലാം ഈ അംനേഷ്യയിൽ പോസിബിളാണ്. നെക്സ്റ്റ് അംനേഷ്യൻ്റെ തന്നെ സെക്കൻഡ് ടൈപ്പാണ് ബയോളജിക്കൽ അംനേഷ്യ. ബയോളജിക്കൽ അംനേഷ്യ എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ഇഞ്ചുറി കാരണം, ബ്രെയിൻ ഇഞ്ചുറി കാരണം, ട്രോമ അതുപോലുള്ള കുറച്ച് ഡിസീസസ്, അൾഷിമേഴ്സ് പോലുള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് ഉണ്ടാകുന്ന മെമ്മറി ലോസ് ആണ് എന്ത്, ബയോളജിക്കൽ അംനേഷ്യ എന്ന് പറയുന്നത്. ഈ ബയോളജിക്കൽ അംനേഷ്യനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. റിട്രോഗ്രേഡ് അംനേഷ്യ എന്നും ആൻറ്ററോഗ്രേഡ് അംനേഷ്യ എന്നും പറയാം. ഇവിടെ റിട്രോഗ്രേഡ് അംനേഷ്യ എന്ന് പറയുമ്പോൾ ലോസ് ഓഫ് ഓൾഡ് മെമ്മറീസ്. ഒരാൾക്ക് ആ പർട്ടിക്കുലർ ഇവൻറ്റ്, ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു, ഇഞ്ചുറി സംഭവിച്ചു, ഇഞ്ചുറിക്ക് മുമ്പുള്ള കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പറ്റാത്ത അവസ്ഥ. നമ്മളിത് സിനിമയിലെല്ലാം കഥകളിലെല്ലാം കേട്ട കാര്യങ്ങളായിരിക്കും. അപ്പോൾ മുമ്പുള്ള കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ത്, റിട്രോഗ്രേഡ് അംനേഷ്യ എന്ന് പറയുന്നത്. ഇനി എന്തായിരിക്കും ആൻറ്ററോഗ്രേഡ് അംനേഷ്യ? ഈ ഇഞ്ചുറി ഹാപ്പൻ ചെയ്തതിന് ശേഷം സംഭവിക്കുന്ന കാര്യങ്ങൾ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിന് ശേഷം ഓർത്തെടുക്കാൻ പറ്റാത്ത അവസ്ഥ. ഇത് നമുക്ക് വേണമെങ്കിൽ വിനീത് ശ്രീനിവാസൻ്റെ ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട്. അതിൽ നമിത പ്രമോദിന് വരുന്ന ഒരവസ്ഥയാണ് ആൻറ്ററോഗ്രേഡ് അംനേഷ്യ. അതായത് ഒരു ദിവസം കടന്നു പോയി, നെക്സ്റ്റ് ദിവസം എഴുന്നേൽക്കുമ്പോൾ എന്തായിരിക്കും നടന്നതെന്ന് ഓർമ്മയില്ല, എന്നാൽ പഴയ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ഓർമ്മയുണ്ട്. അങ്ങനെ ഒരവസ്ഥ. ഇതിൻ്റെ റൂട്ട് കോസസ് എന്ന് പറയുന്നത് ഹെഡ് ഇഞ്ചുറി, ട്രോമ, കോർസാക്കോഫ് സിൻഡ്രോം, പിന്നെ ക്രോണിക് ആൽക്കഹോളിസം അത് കോസ് ചെയ്യുന്നത്, പിന്നെ അൾഷിമേഴ്സ് അല്ലെങ്കിൽ സെൻസിൽ ഡിമെൻഷ്യ പോലുള്ള ഡിസീസസ് ബയോളജിക്കൽ അംനേഷ്യക്ക് കാരണമാവാം. ഇനി നമുക്കിതിൽ മെയിനായിട്ട് പറയാനുള്ളത് ഫോർഗെറ്റിങ്ങിലെ തിയറീസാണ്. ഒരു 7ഓളം തിയറീസ് ഞാനിതിൽ പറയുന്നുണ്ട്. ഈ തിയറീസിൽ തന്നെ കുറേ തിയറീസ് നമ്മൾ നേരത്തെ പറഞ്ഞ കോസസുമായിട്ട് ഡയറക്റ്റ്ലി ലിങ്ക് ആയിട്ടുള്ള തിയറീസ് ഉണ്ട്, അല്ലാത്തതുമുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് പറയാം. ഫസ്റ്റാണ് ട്രേസ് ഡീകേ തിയറി. ട്രേസ് എന്ന് പറഞ്ഞാൽ ഓരോ മെമ്മറിയും നമ്മളെ ബ്രെയിനിൽ ഒരു പർട്ടിക്കുലർ ഒരു പാർട്ട്, ഒരു ബിറ്റ് ലെഫ്റ്റ് ഓവർ വെക്കുന്നുണ്ട്. അതായത് അതവിടെ ബാക്കി വെക്കുന്നുണ്ട്. അതിനെയാണ് ട്രേസ് എന്ന് പറയുക, ഒരു ശേഷിപ്പ് എന്നൊക്കെ പറയാം. ഈ ട്രേസ് നമ്മൾ യൂസ് ചെയ്തിട്ടെങ്കിൽ ഫേഡ് ഔട്ടായി പോകും. ഇത് മെയിനായിട്ട് ഷോർട്ട് ടേം മെമ്മറിയിലെ ഫോർഗെറ്റിങ്ങിനെ കാണിക്കാനാണ് ഈ തിയറി യൂസ് ചെയ്യുന്നത്. ഈ ട്രേസ് യൂസ് ചെയ്തിട്ടെങ്കിൽ ഡീകേ ചെയ്യുന്നതാണ് ട്രേസ് ഡീകേ തിയറി. ഞാൻ പറഞ്ഞു നമ്മൾ യൂസ് ചെയ്തിട്ടെങ്കിൽ ഇത് ഫെയ്ഡായി പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് യൂസ് ഇറ്റ് ഓർ ലൂസ് ഇറ്റ്. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, ഇപ്പോൾ എന്നോട് പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ഒരു പർട്ടിക്കുലർ നമ്പർ കൊണ്ടുകൊണ്ട് ഇത് ഓർത്ത് വെക്കണം. ഞാനത് ഓർത്ത് വെച്ചു.
അത് ഞാൻ ഒരിക്കൽ റിപ്പീറ്റ് ചെയ്തു, അത് ഞാൻ പറഞ്ഞു കൊടുത്തു, എൻ്റെ ആവശ്യം അവിടെ കഴിഞ്ഞു, ഞാൻ പിന്നെ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ എൻ്റെ മെമ്മറിയിൽ അവസാനം നിൽക്കില്ല, അത് ഫെയ്ഡായി പോവും. ഈ തിയറിനാണെന്ന് പറയുന്നത് ട്രേസ് ഡീകേ തിയറി. ഇത് മെയിനായിട്ട് ഷോർട്ട് ടേം മെമ്മറീൻ്റെ ഫോർഗെറ്റിങ്ങിനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നെക്സ്റ്റാണ് ഇൻ്റർഫിയറൻസ് തിയറി. നമ്മൾ നേരത്തെ കോഴ്സസ് പറഞ്ഞ സെയിം ഇൻ്റർഫിയറൻസ് തന്നെയാണ് ഒരു തിയറി ഫോമിൽ ഇവിടെ പറയുന്നു എന്ന് മാത്രം. അവിടെ എന്താ ഫോർഗെറ്റിംഗ് കാരണമായത്? അതർ ഇൻഫോർമേഷൻ്റെ ബ്ലോക്കിങ്ങോ മിക്സിംഗ് അപ്പോ ആണ് എന്ത് ഫോർഗെറ്റിങ്ങിന് കാരണമാകുന്നത്. അത് ന്യൂ ഇൻഫോർമേഷൻ ആവാം, ഓൾഡ് ഇൻഫോർമേഷൻ ആവാം. ഇവിടെ ഫോർഗെറ്റിംഗ് ഇസ് റിസൾട്ട് ഓഫ് ഡിസ്റപ്ഷൻ ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഫോർഗെറ്റിംഗ് ഇസ് റിസൾട്ട് ഓഫ് ഡീകേ ആണ്. പക്ഷേ ഇവിടെ ഡീകേ കാരണമല്ല, ഡിസ്റപ്ഷൻ കാരണമാണ് ഫോർഗെറ്റിംഗ് സംഭവിക്കുന്നു എന്നാണ് ഈ തിയറിയിൽ പറയുന്നത്. സിമിലാരിറ്റിയാണ് ഇവിടെ എന്ത് കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു 2 ടൈപ്പ് ഓഫ് ഇൻ്റർഫിയറൻസ് ഉണ്ട് പറഞ്ഞു. പ്രോ ആക്റ്റീവ് ഇൻ്റർഫിയറൻസും റെട്രോ ആക്റ്റീവ് ഇൻ്റർഫിയറൻസും. പ്രോ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഓൾഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഓൾഡ് ഇൻഫോർമേഷൻ ഇൻ്റർഫിയർ വിത്ത് ന്യൂ ഇൻഫോർമേഷൻ. ഇനി എന്താ റിട്രോ? ന്യൂ ഇൻഫോർമേഷൻ ഇൻ്റർഫിയർ വിത്ത് ഓൾഡ് ഇൻഫോർമേഷൻ. ഇവിടെ ഈ ഇൻ്റർഫിയറൻസ് തിയറിക്ക് ഇതൊരു സ്ട്രോങ് എക്സ്പെരിമെൻ്റൽ സപ്പോർട്ട് ഇൻ സൈക്കോളജി എന്നാണ് പറയുന്നത്. കാരണം ഈ തിയറിക്ക് ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള സയൻറ്റിഫിക് എക്സ്പെരിമെൻ്റൽ ബാക്കപ്പ് ഉണ്ട്. അസംഷൻസിൻ്റെയോ ക്ലിനിക്കൽ ഒബ്സർവേഷൻസിൻ്റെയോ അണ്ടറിലല്ല ഈ തിയറി വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റാണ് റിട്രീവൽ ഫെയിലിയർ തിയറി. ഇതിനെ ക്യൂ ഡിപ്പെൻഡൻറ്റ് തിയറി എന്നുകൂടി പറയുന്നുണ്ട്. ഇത് നമ്മൾ നേരത്തെ കോഴ്സിലെ സെയിം ആണ് അല്ലേ? ഈ തിയറിയിൽ എന്താ പറയുന്നത്? നമ്മൾ ലോങ് ടേം മെമ്മറിയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഒരു പർട്ടിക്കുലർ ക്യൂ ഇല്ലാതെ അല്ലെങ്കിൽ ഒരു റിട്രീവൽ ക്യൂ ഇല്ലാതെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ, ഒരു ടെമ്പററി ഇൻആക്സസിബിൾ സിറ്റുവേഷൻ, അല്ലാതെ അത് പെർമനൻറ്റ് ഡാറ്റ ലോസ് അല്ല. ഇത് നമ്മൾ വേറെ എന്ത് പേര് പറയും? ടിപ്പ് ഓഫ് ദ ടങ് ഫിനോമിന എന്നുകൂടി പറയും. നമ്മൾ നേരത്തെ കോഴ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിൽ 3 ടൈപ്പ് ഉണ്ട്. സെമാൻറ്റിക് ക്യൂസ്, സ്റ്റേറ്റ് ഡിപ്പെൻഡൻറ്റ് ക്യൂസ്, കണ്ടെക്സ്റ്റൽ ക്യൂസ്. ഇങ്ങനെ 3 ക്യൂസ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നേരത്തെ. ഈ തിയറീനെ നമ്മൾ വേറെ എന്ത് പേര് പറയും? ക്യൂ ഡിപ്പെൻഡൻറ്റ് തിയറി എന്നുകൂടി പറയും. ടൾവിങ് അറ്റ് 1974 ആണ് ഈ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് മോട്ടിവേറ്റഡ് ഫോർഗെറ്റിംഗ് തിയറി. ഇതിനെ റിപ്രഷൻ തിയറി എന്നുകൂടി പറയുന്നു. കോഴ്സസിൽ പറഞ്ഞ മോട്ടിവേറ്റഡ് ഫോർഗെറ്റിംഗ് തന്നെയാണ്. ഈ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. നമ്മളൊരു ഡിഫൻസ് മെക്കാനിസമായിട്ട് ഈ റിപ്രഷനെ പറയുന്നുണ്ട്. ഇതിലെന്താ പറയുന്നത്? പെയിൻഫുൾ ആയിട്ടുള്ള, സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള, ട്രൊമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു ഇൻഡിവിജ്വൽ ബോധപൂർവ്വം മറക്കാൻ ശ്രമിക്കുന്നു. ഇതാണ് ഈ തിയറിയിൽ പറയുന്നത്. കോൺഷ്യസ്ലി ട്രൈങ് നോട്ട് ടു തിങ്ക് അബൌട്ട് സംതിങ്, അല്ലെങ്കിൽ അൺകോൺഷ്യസ് ബ്ലോക്കിംഗ് ഓഫ് പെയിൻഫുൾ മെമ്മറീസ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് റിപ്രഷൻ ഈസ് കോൺട്രവേഴ്ഷ്യൽ ആൻഡ് ഡിഫിക്കൽട്ട് ടു പ്രൂവ് സയൻറ്റിഫിക്കലി. ഇങ്ങനെ ഒരു കാര്യം സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ് എന്നാണ് തിയറീസ് പറയുന്നത്. നെക്സ്റ്റാണ് ഡിസ്പ്ലേസ്മെൻറ്റ് തിയറി. ഡിസ്പ്ലേസ്മെൻറ്റ് തിയറി നമ്മൾ നേരത്തെ പറഞ്ഞ കോഴ്സസിലൊന്നും ഇല്ലാത്തൊരു തിയറിയാണ്. ഇതിൽ പറയുന്നത് എന്ത് പറഞ്ഞാൽ നമ്മൾ ഷോർട്ട് ടേം മെമ്മറിക്ക് ഒരു കപ്പാസിറ്റി ഉണ്ട്, ഒരു ലിമിറ്റ് ഉണ്ട്. ഈ ലിമിറ്റിന് ശേഷം വരുന്ന ഇൻഫോർമേഷനെ വിത്ത്ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി പോയ ഇൻഫോർമേഷനെ നമ്മളെ ബ്രെയിൻ എന്ത് ചെയ്യും? അങ്ങോട്ട് പുറത്ത് തള്ളും. അതായത് ഇപ്പം ഒരു ബീക്കർ എടുത്തിട്ട് ആ ബീക്കറിലൊരു 7 ബോളേ കൊള്ളുമെന്ന് വിചാരിക്കാം. നമ്മൾ അക്കോർഡിംഗ് ടു ജോർജ് മില്ലർ നമ്മൾ ഷോർട്ട് ടേം മെമ്മറിയിൽ ഒരു 7 ഐറ്റംസ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റൂ, ഹോൾഡ് ചെയ്യാൻ പറ്റൂ എന്നാണ് ഒരു ക്ലാസിക് എസ്റ്റിമേഷൻ പറയുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഒരു ബീക്കറിൽ ഒരു 7 ബോൾ എടുത്തിട്ട് 8ാമത്തെ ബോൾ ഇടാൻ സ്പേസ് ഇല്ല. പക്ഷെ 8ാമത്തെ ബോൾ അതിലിടുമ്പോൾ നമ്മൾ ആദ്യം ഇട്ട ബോൾ നമ്പർ 1 എന്ത് ചെയ്യും? ആ ബീക്കറിൽ നിന്ന് ഔട്ടാവും. ഇതാണ് സിമ്പിളായിട്ട് പറഞ്ഞ ഡിസ്പ്ലേസ്മെൻറ്റ് തിയറി. അതായത് when new information enter and the capacity is full, older information get pushed out അല്ലെങ്കിൽ displaced. So forgetting happen because new information replaces old information. ഇതിൽ പറയുന്നത് എന്താ? ഷോർട്ട് ടേം മെമ്മറി ക്യാൻ ഹോൾഡ് അബൌട്ട് 7 ± 2 ഐറ്റംസ്. ഇവിടെ ഒരു ഇൻഫോർമേഷൻ ഇറേസ് ചെയ്യപ്പെടുകയല്ല ചെയ്യുന്നത്. ഇൻസ്റ്റൻറ്റ് ദാറ്റ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് റീപ്ലേസ്ഡ്. ഇത് റീപ്ലേസ് ചെയ്യപ്പെടുന്നു. ഈ റീപ്ലേസ്മെൻറ്റ് പ്രോസസ്സിനാണ് എന്ത്? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് 6th തിയറിയാണ് എൻകോഡിംഗ് ഫെയിലിയർ തിയറി. ഇത് നമ്മൾ ഫസ്റ്റായിട്ട് കോഴ്സ് പറഞ്ഞ ഫോൾട്ടി മെമ്മറി പ്രോസസ്സിൻ്റെ തിയറി വേർഷനാണ്. ഇവിടെ എന്താ ഫോർഗെറ്റിങ്ങിന് റീസൺ ആയിട്ട് പറയുന്നത്? ഫെയിലിയർ ഓഫ് എൻകോഡിംഗ് ആണ് ഫോർഗെറ്റിങ്ങിന് കാരണം എന്നാണ് ഈ തിയറി പറയുന്നത്. അപ്പോൾ വി ഡിഡിൻറ്റ് ഫോർഗെറ്റ്, വി ഫെയിൽഡ് ടു ലേൺ. ഇവിടെ ലാക്ക് ഓഫ് അറ്റൻഷൻ പ്രിവെൻറ്റഡ് ദ ഡാറ്റ ഫ്രം എൻറ്ററിങ് ലോങ് ടേം മെമ്മറി.
അപ്പോൾ ഇവിടെ നമ്മളൊരു പുതിയതായിട്ടൊരു വ്യക്തിനെ പരിചയപ്പെട്ടു. ആ പരിചയപ്പെട്ട ആളെ നമ്മൾ പിന്നീട് ഒരു ജസ്റ്റ് അടുത്ത സമയത്ത് കാണുമ്പോൾ നമുക്ക് പേര് ഓർമ്മ വരാത്തത് നമ്മൾ ആ പരിചയപ്പെടലിൽ ഒരു പർട്ടിക്കുലർ അറ്റൻഷൻ കൊടുത്തിട്ടില്ലാത്തത് കൊണ്ടാണ്. വൈ വി ഫോർഗെറ്റ് നെയിംസ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ആൻ ഇൻട്രൊഡക്ഷൻ. നമ്മളത് എൻ്റർ ചെയ്തിട്ടില്ല, എൻകോഡ് ചെയ്യാത്തത് കൊണ്ട് ഡീകോഡിങ് ഫെയിലിയർ സംഭവിക്കുന്നു. ലാസ്റ്റ് തിയറിയാണ് ഓർഗാനിക് തിയറി എന്ന് പറയുന്നത്. നമ്മുടെ കോസസിലെ അംനേഷ്യയിലെ ബയോളജിക്കൽ അംനേഷ്യയാണ് ഓർഗാനിക് തിയറി ആയിട്ട് പറയുന്നത്. ഇവിടെ ഫോർഗെറ്റിംഗ് ഓർ മെമ്മറി ലോസ് ഒക്കേഴ്സ് ഡ്യൂ ടു ഫിസിക്കൽ ഓർ സ്ട്രക്ചറൽ ചേഞ്ച് ഇൻ ദ ബ്രെയിൻ. എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ്, പിന്നെ അല്ലെങ്കിൽ ഹെഡ് ഇഞ്ചുറി, ബ്രെയിൻ ട്യൂമേഴ്സ്, സ്ട്രോക്ക്, ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസസ്, ആൽക്കഹോൾ ഓർ ഡ്രഗ് യൂസ്, ഏജിങ് റിലേറ്റഡ് ടു ബ്രെയിൻ ചേഞ്ചസ്, ഇതൊക്കെ ഒരു മെമ്മറി ലോസ് ഫോർഗെറ്റിങ്ങിന് റീസൺ ആണ് എന്ന് പറയുന്നു. മെമ്മറി ഡിപ്പെൻഡ്സ് ഓൺ ദി പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ദി നെർവസ് സിസ്റ്റം. ഇഫ് ദ ബ്രെയിൻ ഈസ് ഇഞ്ചേർഡ് ഓർ ഡിസീസ്ഡ്, മെമ്മറി ഈസ് എഫക്റ്റഡ്. ഫോർഗെറ്റിംഗ് ഈസ് നോട്ട് ഓൾവേസ് സൈക്കോളജിക്കൽ, ഇറ്റ് ക്യാൻ ബി ഫിസിയോളജിക്കൽ ഓൾസോ. ഈ ടേബിളിൽ നമ്മൾക്ക് ഈ പറഞ്ഞ 7 തിയറീസും അതിൻ്റെ മെക്കാനിസം ഒന്ന് സമ്മറൈസ് ചെയ്യാം. ട്രേസ് ഡീകേ തിയറി, പാസേജ് ഓഫ് ടൈം ഓർ ടിസ്യൂസ് കാരണമാണ് സംഭവിക്കുന്നത് എന്ന് പറയുന്നു. ഡിസ്പ്ലേസ്മെൻറ്റ് തിയറിയിൽ കപ്പാസിറ്റി ലിമിറ്റ്സ് ഓഫ് ഷോർട്ട് ടൈം മെമ്മറിയാണ്. ഇൻ്റർഫിയറൻസിൽ കോമ്പറ്റീഷൻ ബിറ്റ്വീൻ ഓൾഡ് ആൻഡ് ന്യൂ ഡാറ്റ. റിട്രീവൽ ഫെയിലിയറിൽ ലാക്ക് ഓഫ് ക്യൂസ് അല്ലെങ്കിൽ ടിപ്പ് ഓഫ് ദ ടങ്. മോട്ടിവേറ്റഡ് അല്ലെങ്കിൽ റിപ്രഷനിൽ ആക്റ്റീവ് ഫിൽട്ടറിങ് ഓഫ് ട്രോമ. എൻകോഡിങ് ഫെയിലിയറിൽ അറ്റൻഷൻ ഫെയിലിയർ ആണ്. ഓർഗാനിക്കിൽ വരുന്നത് ഫിസിക്കൽ ചേഞ്ചസ് ആണ്. ഇതാണ് നമ്മൾക്ക് തിയറി ഫോർഗെറ്റിങ്ങിൽ പഠിക്കാനുള്ള 7 തിയറീസ്. ഇനി നമുക്ക് കർവ് ഓഫ് ഫോർഗെറ്റിംഗ് ആണ് നോക്കാനുള്ളത്. ഇത് ടെക്സ്റ്റിലുള്ള ഒരു പാർട്ടാണ്. ഹെർമൻ എബിംഗസ് എന്ന് പറയുന്ന ഒരു ജർമ്മൻ സൈക്കോളജിസ്റ്റ് 1885 ഒരു സെൽഫ് ഇവാലുവേഷനിൽ കൂടി രൂപീകരിച്ച ഒരു കർവാണ് എബിംഗസ് ഫോർഗെറ്റിംഗ് കർവ്. ഇദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ എ ലിസ്റ്റ് ഓഫ് 3 ലെറ്റർ നോൺസെൻസ് സിലബസ് ആണ്. അതായത് ബന്ധങ്ങളൊന്നുമില്ലാത്ത 2 കോൺസണൻസും അതിൻ്റെ ഇടയിൽ ഒരു വവ്വലും വരുന്ന തരത്തിലുള്ള ലെറ്റേഴ്സിൻ്റെ സെറ്റ്സ്, 3 ലെറ്റേഴ്സിൻ്റെ സെറ്റ് ഇദ്ദേഹം മെമ്മറൈസ് ചെയ്തു. എങ്ങനെ ടെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇൻ്റർവെൽസ് ഫ്രം 20 minutes to a month ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് എത്രത്തോളം ഓർത്തെടുക്കാൻ പറ്റുന്നു എന്ന് ടെസ്റ്റ് ചെയ്തിട്ടൊരു കർവ് ഉണ്ടാക്കി. ഈ കർവ് പ്രകാരം പറയുകയാണെങ്കിൽ ഇതാണ് എബിംഗസ് ഫോർഗെറ്റിംഗ് കർവ്. ഈ കർവ് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇമ്മീഡിയറ്റ്ലി അദ്ദേഹത്തിന് ഒരു 100% തന്നെ റീറ്റൻഷൻ ചെയ്യാൻ പറ്റി. 20 minutes കഴിയുമ്പം അത് 58% ആയി കുറഞ്ഞു. 1 hourൽ 44% ആയി. 1 ഡേയിൽ അത് 33%, ഒരു മാസത്തോളം കഴിയുമ്പോൾ 21% ആയി. ഇതൊരു റേറ്റ് ഓഫ് ഡിമിനിഷിങ് തന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ ഈ ഫസ്റ്റ് ഡേയിൽ തന്നെ, അതായത് ഇമ്മീഡിയറ്റ്ലി 100ൽ നിന്നും 20 minutes ലേറ്റർ ആയിട്ടുള്ള 58%ലേക്കുള്ള ഒരു ഡ്രോപ്പ് എന്ന് പറയുന്നത് സഡൻ ഡ്രോപ്പാണ്. അവിടെ ഒരു വലിയൊരു ഡ്രോപ്പ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അല്ലേ, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പിന്നെയുള്ളത് ഒരു ഗ്രാജുവൽ ഡ്രോപ്പാണ്. 58%, 44, 36, 30, അതൊരു ഗ്രാജുവൽ ഡ്രോപ്പാണ്. ഇത് തന്നെയാണ് എബിംഗസ് പറഞ്ഞിട്ടുള്ള ഫൈൻഡിങ്സ് എന്ന് പറയുന്നത്. വെൻ ഹി പ്ലോട്ട് ഗ്രാഫ് വിത്ത് എക്സ് ആക്സിസ് ഓഫ് ടൈം ആൻഡ് വൈ ആക്സിസിൽ റീറ്റൻഷൻ വെച്ച് ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് ഉണ്ടാക്കുമ്പോൾ മനസ്സിലായ കാര്യം എന്ന് പറയുന്നത് ദ മോസ്റ്റ് റാപ്പിഡ് ഫോർഗെറ്റിംഗ് ഒക്കേഴ്സ് ഇൻ ദി ഫസ്റ്റ് 9 hours ആഫ്റ്റർ എക്സ്പോഷർ ടു ന്യൂ മെറ്റീരിയൽ. ഒരു ന്യൂ മെറ്റീരിയൽ പഠിക്കാൻ തുടങ്ങിയപ്പോൾ, പുതിയതായിട്ടുള്ളൊരു കാര്യമായിട്ടോ പഠിച്ചത്, അപ്പോൾ പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഉള്ള ആദ്യത്തെ 9 hours ഒരു റാപ്പിഡ് ഫോർഗെറ്റിംഗ് സംഭവിച്ചു. പിന്നീട് അതൊരു ഗ്രാജുവലായിട്ട് മാറി. അതായത് ഫോർഗെറ്റിംഗ് ദെൻ സ്ലോ ഡൗൺ ആൻഡ് ഡിക്ലൈൻ എ വെരി ലിറ്റിൽ ഈവൻ ആഫ്റ്റർ മെനി ഡേയ്സ് ഹാവ് പാസ്ഡ്. ഈ കർവിൻ്റെ റെലവൻസ് ഇൻ ക്ലാസ് റൂം പറയാനാണെങ്കിൽ റിവിഷൻ ഈസ് നെസസറി. അതായത് സ്റ്റുഡൻസ് ഷുഡ് റിവൈസ് സൂൺ ആഫ്റ്റർ ലേണിംഗ്. ഏർലി റിവ്യൂ പ്രിവെൻറ്റ്സ് റാപ്പിഡ് ഫോർഗെറ്റിംഗ്. അതായത് നമ്മൾ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്ത് കൊടുക്കണ്ടേ, ആഫ്റ്റർ ക്ലാസ് അത് സമ്മറൈസ് ചെയ്ത് റിവിഷൻ ചെയ്ത് കൊടുക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് ഈ കർവ് പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് സ്റ്റഡി എ ലിറ്റിൽ എവറി ഡേ ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റഡിങ് എവറിത്തിങ് അറ്റ് വൺസ് ബിഫോർ എക്സാം. ഒരു കണ്ടൻറ്റ്, അതായത് 5 മണിക്കൂർ ഇരുന്ന് ഒറ്റ ദിവസം കൊണ്ട് പഠിക്കുന്നതിന് പകരം 5 ദിവസം ഓരോ മണിക്കൂർ ഇരുന്ന് പഠിക്കുന്നതാണ് ബെറ്റർ എന്നാണ് എബിംഗസ് പറയുന്നത്. പിന്നെയുള്ളത് ഫ്രീക്വൻറ്റ് ടെസ്റ്റിംഗ് ഹെൽപ്സ് മെമ്മറി. ആക്റ്റീവ് ലേണിംഗ് ഈസ് ബെറ്റർ ദാൻ പാസീവ് ലേണിംഗ്. ടീച്ചേഴ്സ് ഷുഡ് റീക്യാപ്പ് ലെസൺസ്. ഇത്തരത്തിൽ
ക്ലാസ് റൂം കൈകാര്യം ചെയ്താൽ കുട്ടികൾക്ക് ഫോർഗെറ്റിൻ്റെ റാപ്പിഡ് ഫോർഗെറ്റിംഗ് കുറക്കാൻ ഹെൽപ്പ് ചെയ്യും എന്നാണ് എബിംഗസ് പറയുന്നത്. ഇതാണ് കർവ് ഓഫ് ഫോർഗെറ്റിംഗ്. നമുക്ക് ഈ ക്ലാസ് പഠിച്ചതിലൊന്ന് സമ്മറൈസ് ചെയ്യാം. ഫോർഗെറ്റിംഗ് കോസസ് ആൻഡ് തിയറീസ് ഓഫ് ഫോർഗെറ്റിംഗ് ആണ് നമ്മൾ പഠിച്ചത്. അതിലെന്താണ് ഫോർഗെറ്റിംഗ്? ദ ഇന്നബിലിറ്റി ടു റീകോൾ ഓർ റെക്കഗ്നൈസ് ഇൻഫർമേഷൻ ദാറ്റ് വാസ് പ്രീവിയസ്ലി ലേൺഡ്. നമ്മളതിൽ ഡെഫിനേഷൻസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉള്ളത് 5 മെയിൻ കോസസ് ഓഫ് ഫോർഗെറ്റിംഗ് ആണ്. അതിൽ ഫസ്റ്റ് വൺ ഫോൾട്ടി മെമ്മറി പ്രോസസ്സ്, സെക്കൻഡ് ഇൻ്റർഫിയറൻസ്, റിട്രീവൽ പ്രോബ്ലം, മോട്ടിവേറ്റഡ് ഫോർഗെറ്റിംഗ്, അംനേഷ്യ. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് 7 തിയറീസ് ആണ്. ട്രേസ് ഡീകേ തിയറി, ഡിസ്പ്ലേസ്മെൻറ്റ് തിയറി, ഇൻ്റർഫിയറൻസ് തിയറി, റിട്രീവൽ ഫെയിലിയർ തിയറി, മോട്ടിവേറ്റഡ് ഫോർഗെറ്റിംഗ് തിയറി, എൻകോഡിംഗ് ഫെയിലിയർ തിയറി ആൻഡ് ഓർഗാനിക് തിയറി. പിന്നെ നമ്മളൊരു കർവ് ഓഫ് ഫോർഗെറ്റിംഗ് ഓഫ് ഹെർമൻ എബിംഗസ് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഫോർഗെറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. താങ്ക് യു.